ലോകത്ത് മിക്ക രാജ്യങ്ങളിലും ഏറ്റവും അധികം പ്രവാസികളായി ഉണ്ടാവുക നമ്മൾ ഇന്ത്യക്കാരാണ്. ചന്ദ്രനിൽ പോയാലും ഒരു മലയാളിയുടെ ചായക്കട ഉണ്ടായിരിക്കും എന്നൊക്കെ കളിയാക്കി ഒരുപാട് പ്രയോഗങ്ങളും മറ്റും നമ്മൾ കേട്ടിട്ടുണ്ട്. കുടിയേറ്റം ആരംഭിച്ച കാലം മുതൽ അതിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കായാലും അമേരിക്കയിലേക്കായാലും പിന്നീട് ഇങ്ങോട്ട് കാനഡ, അയർലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കായാലും പഠിക്കാനായാലും ജോലിക്കായാലുമൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ പോകുന്ന ഒരു ചരിത്രമുണ്ട്. നമ്മുടെ മനുഷ്യവിഭവശേഷി കൊണ്ട്, നമ്മുടെ ഇന്ത്യയുടെ മനുഷ്യവിഭവശേഷി കൊണ്ട് സമ്പന്നരായ അല്ലെങ്കിൽ പുരോഗതി കൈവരിച്ച ഒരുപാട് ലോകരാജ്യങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിലയുണ്ട്. ഇന്ത്യക്കാരുടെ ബുദ്ധി, അവരുടെ ജോലി സാമർഥ്യം, അവരുടെ വിദ്യാഭ്യാസം ഇതൊക്കെ വളരെയധികം ഉപയോഗപ്പെടുന്നുമുണ്ട് പല രാജ്യങ്ങളും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുടിയേറ്റം തുടങ്ങിയ കാലം മുതൽ തന്നെ ലക്ഷോപലക്ഷം, ദശലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ ഒരു വലിയ പങ്കും ഇവർ ഇങ്ങോട്ടേക്ക് അയച്ചു തരുന്ന പണമാണ്. പ്രവാസികളുടെ പണം അത് നമ്മുടെ രാജ്യത്തെയും വലിയ തോതിൽ പുരോഗതി കൈവരിക്കാൻ, പ്രത്യേകിച്ച് കേരളത്തെയൊക്കെ പുരോഗതി കൈവരിക്കാൻ ഉപകരിക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ ലോകക്രമത്തിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള രാജ്യങ്ങളാണ് നമുക്കറിയാം UK, അയർലൻഡ്, കാനഡ പോലെയുള്ള രാജ്യങ്ങൾ. അവിടെയും ഈ പറഞ്ഞതുപോലെ പഠിക്കാനും ജോലി ചെയ്യാനുമൊക്കെയായി നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അടുത്ത കാലത്തായി അയർലൻഡിലേക്കും കാനഡയിലേക്കും മറ്റുമുള്ള കുടിയേറ്റം ഒരുപാട് വർദ്ധിച്ചിട്ടുമുണ്ട്. പോയി സ്ഥിരതാമസമാക്കുക, അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ തന്നെ താമസിക്കുക, പിന്നീട് നമ്മുടെ രാജ്യത്തേക്ക് വരാതിരിക്കുക, പിന്നീട് മാതാപിതാക്കളെ അടക്കം കൊണ്ടുപോയി കുടുംബം മൊത്തം അങ്ങോട്ടേക്ക് മാറുന്ന സാഹചര്യമൊക്കെ ഒരുപാടുണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പല ഗ്രാമങ്ങളിലും വലിയ വീടുകൾ കെട്ടിയിടും, താമസിക്കാൻ ആളില്ല. നേരത്തെ പ്രായമായ മാതാപിതാക്കളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ മാതാപിതാക്കളെ കൊണ്ട് പോലും അവർ പുറത്തേക്ക് പോകുന്ന പശ്ചാത്തലമൊക്കെയാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ ഇപ്പോൾ പുതിയ സംഭവം എന്ന് പറയുന്നത്, ഏറ്റവും ഒടുവിലായി വന്ന ഒരു കാര്യം, അത് ഞാനൊന്ന് വിവരിക്കാം. അത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായ, നമ്മുടെ ഒരുപാട് മലയാളികൾ അല്ലെങ്കിൽ ഒരുപാട് ഇന്ത്യക്കാർ ഉള്ള സ്ഥലമായ കാനഡയുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാനഡയിലേക്ക് ഈയിടെ ഒരു വലിയൊരു വീഡിയോ വൈറലായി. ശൗചാലയത്തിനായി തുറസായ സ്ഥലം തേടുന്നവർ എന്ന രീതിയിൽ ഇന്ത്യക്കാരെ ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ അത് വൈറലായി. ഫാക്ട് ചെക്ക് നടത്തിയപ്പോൾ അതിലൊരുപാട് തെറ്റുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാർക്കായി തുറസായ ശൗചാലയങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ള മുന്നറിയിപ്പൊക്കെ അവിടുത്തെ സർക്കാർ പുറത്തിറക്കി. അത്തരം ബോർഡുകളൊക്കെ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അത് തെറ്റായിരുന്നു ആ പ്രയോഗം. അതിന് കാരണമായ ഒരു കാര്യമുണ്ട്. അത് കാനഡയിലെ തടാകത്തിൽ വളരെ പ്രധാനപ്പെട്ട, നമുക്കറിയാം ഓരോ രാജ്യത്തിനും അവരുടേതായ വ്യത്യസ്തമായ നിയമങ്ങളും നിയമാവലികളും ഒക്കെ ഉണ്ട്. അത് വളരെ കൃത്യം തന്നെയാണ്. കാനഡ, UK, അയർലൻഡ് പോലുള്ള സ്ഥലങ്ങൾ വൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളാണ്. അവരുടെ പൊതുനിരത്തുകൾ, കുളങ്ങൾ അല്ലെങ്കിൽ ജലാശയങ്ങൾ, അവരുടെ വീടുകൾ ഇതൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കണം എന്നും അതിന് ശക്തമായ ശിക്ഷാവിധികളുമൊക്കെയുള്ള രാജ്യങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, പിന്നീട് ഇങ്ങോട്ട് സ്വച്ഛ് ഭാരത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ, ഞാനടക്കമുള്ള ആളുകളുടെ കാര്യമാണ് വൃത്തിയും നമ്മുടെ മനോഭാവം എന്താണെന്നും ഒക്കെ നമുക്കറിയാം. നമ്മുടെ വീടിനകമൊക്കെ വൃത്തിയാക്കാനും മുറ്റം തൂക്കാനും ഒക്കെ നമ്മൾ പലപ്പോഴും ശ്രമിക്കുമെങ്കിൽ പോലും പറ്റുമെങ്കിൽ വേസ്റ്റ് കൊണ്ടുവന്ന് അയലത്തെ ചേട്ടൻ്റെ പറമ്പിലെറിയുക, അല്ലെങ്കിൽ നിരത്തിൽ കൊണ്ടെറിയുക, ചെറിയ കുറ്റിക്കാടുണ്ടെങ്കിൽ അവിടെ കൊണ്ടെറിയുക എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു പതിവാണ്. പക്ഷേ ഈ നമ്മുടെ പതിവ് നമ്മൾ താമസിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ കുടിയേറുന്ന, നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന, പഠിക്കാൻ പോകുന്ന അന്യരാജ്യത്ത് ചെന്ന് കാണിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? അതിന് തിക്തഫലം നമ്മുടെ ആളുകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. ഈ വീഡിയോ പുറത്തു വന്നത്, അത് കിർക്ക് ലൂബിനോവ് എന്ന ഒരു എക്സ് അക്കൗണ്ടിൽ നിന്ന് പുറത്തു വന്ന ഒരു വീഡിയോ. കാനഡയിലെ ബ്രാംപ്ടണിലെ തടാകത്തിൽ 4 സംഘം സോപ്പ് തേച്ച് കുളിക്കുന്ന ഒരു വീഡിയോ ആണ്. അവർ തടാകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ജലാശയങ്ങളിലൊന്നും സോപ്പോ എണ്ണയോ ഒന്നും ഉപയോഗിക്കാറില്ല. നമ്മുടെ കുളത്തിലൊക്കെ നമുക്കറിയാം, അമ്പലക്കുളങ്ങളിലും മറ്റും നമ്മൾ സോപ്പും എണ്ണയും ഒക്കെ ഉപയോഗിച്ച് കുളിച്ച് പരിചയമുള്ളവരാണ്. ഇതേ രീതി അവിടെ ചെന്ന് ആവർത്തിച്ചു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇത് ഇന്ത്യക്കാരാണോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്നാലും ഇന്ത്യക്കാരുടെ പേരിലാണ് ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചത്. കാനഡയിലെ ബീച്ചുകൾ അല്ലെങ്കിൽ ജലാശയങ്ങൾ വിദേശികളുടെ കുളിമുറികളായി മാറുകയാണെന്നും
കാനഡ മൂന്നാം കിട രാജ്യമായി മാറുന്നത് ദിവസേന സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ് ഈ വീഡിയോ പങ്കുവച്ചിരുന്ന ആൾ കിർക്ക് ലൂബിലോ എന്ന ആൾ തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. വീടിലുള്ള ഇന്ത്യക്കാരാണെന്നും അയാൾ പറയുകയുണ്ടായി. ഈ ജലാശയങ്ങളിൽ സോപ്പ് തേച്ച് കുളിക്കുന്നത് പാരിസ്ഥിതിക ആഘാതത്തിന് കാരണമാകുമെന്നും ജലം മലിനമാക്കുമെന്നും ജലജീവികളെ ഇത് ബാധിക്കുമെന്നുമൊക്കെ പലരും അഭിപ്രായപ്പെട്ടു. ഇത്തരം ബോധവൽക്കരണങ്ങൾ വേണം എന്ന ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. തുടർന്നാണ് ഇതിനിടെ ചുവട് പിടിച്ചുകൊണ്ട് ഈ ബോർഡുകൾ, പൊതുനിരത്തുകളിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യക്കാർ പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കരുത് എന്ന രീതിയിൽ അവർ അവരുടെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. ഇതിനകം 10 മില്യൺ ആൾക്കാർ ഈ വീഡിയോ കണ്ടു കേട്ടോ. പക്ഷേ നമ്മളെ വല്ലാതെ നാണം കെടുത്തിയ ഒരു സംഭവമായി ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ രാജ്യങ്ങൾക്കും വളരെ വ്യക്തമായ നിയമമുണ്ട്. നമ്മൾ യൂറോപ്യൻസിനെയും അമേരിക്കൻസിനെയൊക്കെ എത്ര കുറ്റം പറഞ്ഞാലും വൃത്തിയുടെ കാര്യത്തിൽ അവർ അല്പം മുമ്പിലാണ്, പ്രതി നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സംശയമില്ല. ഇപ്പോൾ വന്ദേ ഭാരത് പോലെയുള്ള തീവണ്ടികൾ, സ്വച്ഛ് ഭാരത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തീവണ്ടികളിലും ഒക്കെ പല പദ്ധതികൾ കേന്ദ്ര സർക്കാരും മറ്റും നടപ്പിലാക്കാറുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന തീവണ്ടികളിലെ മാലിന്യം. കഴിഞ്ഞ ദിവസം ഇത്തരമൊരു ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു സുഹൃത്ത് എന്നോട് ഇക്കാര്യം പറയുകയായിരുന്നു. മൂക്ക് പൊത്താതെ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല. കാരണം സർക്കാർ എത്ര തരത്തിലുള്ള പ്രചരണം നടത്തിയാലും എത്ര വലിയ ആധുനിക സംവിധാനം ഒരുക്കിയാലും നമ്മുടെ മനോഭാവം മാറണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ നായ്ക്കൾ വല്ലാതെ പെരുകുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതിന് വളരെ വ്യക്തമായ ഒരു ഉത്തരമേ ഉള്ളൂ. കാരണം ഇഷ്ടംപോലെ വേസ്റ്റുകൾ, വീട്ടിലെ വേസ്റ്റുകൾ കൊണ്ട് കുറ്റിക്കാടുകളിൽ തള്ളുകയാണ്. അല്ലെങ്കിൽ പൊതുനിരത്തുകളിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ CCTV ഒക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചാൽ ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത്. CCTV ഒന്നും ഇല്ലാത്ത സ്ഥലത്തോട് തള്ളുകയാണ്. രാവിലെ പലപ്പോഴും ഞാൻ ഈ മോർണിംഗ് വാക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ വല്ലാതെ വിഷമിച്ചു പോകും. എന്തുവേണ്ടി വേസ്റ്റുകളാണ് ഈ കുട്ടികളുടെ നാപ്കിൻ അടക്കമുള്ള വേസ്റ്റുകൾ തള്ളിയിരിക്കുകയാണ്. അതിനൊപ്പം ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ തള്ളും. ഈ അവശിഷ്ടങ്ങൾ കഴിച്ചാണ് ചില പ്രത്യേക സ്ഥലങ്ങളിൽ നായ്ക്കൾ പെരുകുന്നത്. ഇന്ന് കിട്ടുമ്പോൾ നാളെയും സെയിം സ്ഥലത്ത് ഇതുപോലെ ഭക്ഷണ സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ തമ്പടിക്കും. പിന്നെ ആ പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് വലിയ ഭീഷണിയാണ്. ഇത് നമ്മുടെ ഒരു പൊതു വിഷയമായി മാറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിത് പരിഹരിക്കണം, സംശയമില്ലാത്ത കാര്യമാണ്. വൃത്തി വളരെ പ്രധാനമാണ്. നമുക്ക് വൃത്തി വേണം, നമ്മുടെ പരിസരത്തിന് വൃത്തി വേണം, നമ്മുടെ അയലത്തുകാരനും വൃത്തി വേണം. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. വളരെ ചെറിയ കാര്യമേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നുണ്ട്. അവിടെയൊക്കെ കൊണ്ട് സാധനങ്ങൾ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം ഒരുപാട് പരിഹരിക്കും. എളുപ്പ വഴി എന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ വല്ലാത്ത അവസ്ഥയാകും. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇതേ രീതി മറ്റ് രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ അല്ലെങ്കിൽ ഇതിങ്ങനെ പരീക്ഷിച്ചാൽ ഇത്തരത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ അവിടുത്തെ കൃത്യമായ നിയമങ്ങൾ അനുസരിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാനഡയിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലും UK-യിലുമൊക്കെ അവിടുത്തെ സ്വദേശികൾ നമുക്കെതിരെ തിരിയുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇത് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സമാനമായ പല കേസുകളും പല സ്ഥലങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പേര് അന്യരാജ്യങ്ങളിൽ നമ്മളെ മൂന്നാംകിട പൗരന്മാരായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമുക്കറിയാം, യൂറോപ്യൻസും മറ്റും. പക്ഷേ നമ്മൾ അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. അത് ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. നമ്മുടേതായി നമ്മൾ ശീലിച്ചു വന്ന രീതികൾ അത് ആ തരത്തിൽ അവിടെ പോയി പ്രയോഗിക്കാൻ നോക്കിയാൽ നല്ല പണി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.